ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ നാലും കൂടി ഇതേ ചിക്കിങ്ങിൽ വന്നേക്കുവാണേ. അപ്പോഴത്തേക്ക് നമ്മൾ നേരെ വന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോഴത്തേക്ക് കാശി അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് എന്നാന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതാണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു ഫ്രൈഡ് അറ്റ് ഈറ്റ്സ് ബെസ്റ്റ് എന്നൊക്കെ. പിന്നെ കുഞ്ഞഞ്ഞി ആരോടും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാനിവിടെ ഫുഡും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, കാരണം എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഫുഡൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു. കാശിന് എന്തോ ഇന്നൊരു മടുപ്പായിരുന്നെന്ന് തോന്നുന്നു, കാരണം അങ്ങോട്ട് പോസിങ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോഴത്തേക്ക് അവൻ കൈ മറിച്ച് അവൻ്റെ മുഖം വെക്കുമായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുത്ത് അടങ്ങത്തുള്ളൂ എന്നുള്ള വാശിയിൽ പിന്നെ അവൻ നിങ്ങളെയാണ് ഇടിക്കുന്നത്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് അവസാനം നമ്മളുടെ ബർഗർ ആദ്യം വന്നു. പിന്നെ നമ്മളത് ഈ ഫ്രൈഡ് ചിക്കനും പിന്നെ പെപ്സിയും അതേപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ കൈ കഴുകിയിട്ട് വന്നിട്ട് കയറിയിരുന്നു, കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കയറിയിരുന്ന ഉടനെ തന്നെ നമുക്ക് പ്ലേറ്റ് തിരക്കമായി. പിന്നെ ഏത് പ്ലേറ്റ് വേണമെന്ന് ചോദിച്ചിട്ട് കാശൻ പറഞ്ഞു മഞ്ഞ മതി. അപ്പോൾ എന്നോട് ചോദിച്ചു ഏത് വേണം, ഞാൻ പറഞ്ഞു ചുമല മതി. അങ്ങനെ മൊത്തത്തിലൊരു കൺഫ്യൂഷനിൽ നമ്മൾ പ്ലേറ്റൊക്കെ എടുത്തു. എനിക്ക് ആദ്യം കിട്ടിയത് തന്നെ ലെഗ് പീസായിരുന്നു. ഞാനത് നേരെ എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. കാശിനും ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. അവനും കടിച്ച് പറിക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന്. ഞങ്ങളെല്ലാം അപ്പം നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും നല്ല അടിപൊളിയായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ആ ലെഗിൽ കടിച്ച് എവിടെ ഇരുന്നു. അടിപൊളി പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ പീസ് എടുത്തു അത് നല്ല വലുതായിരുന്നു. അപ്പം അതും കഴിച്ചു, അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുൾ ഫിനിഷ് ചെയ്യാറായിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാം കഴിച്ച് പിന്നെ ഞാൻ പെപ്സി പൊട്ടിച്ചു. ഒന്ന് ചിൽ ആവാനായിട്ട് ഒന്ന് പെപ്സി പൊട്ടിച്ചു കഴിച്ചു. നല്ല ഗ്യാസ് ഉണ്ടായിരുന്നു, എനിക്ക് എന്തോ പോലെ ഫീൽ ചെയ്തു. ഫസ്റ്റ് ഇത് കുടിച്ചപ്പോൾ എന്തോ പോലെ തോന്നി, കാരണം നല്ല ഗ്യാസായിരുന്നു. പിന്നെ നമ്മളിതേ മൊത്തം ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ബർഗർ പൊട്ടിച്ചു. ബർഗർ നല്ല വലുതായിരുന്നു. ഇച്ചിരി ഒരു കടി കടിച്ച് തന്നെ ഹെവി ആവുന്ന ടൈപ്പിലേ ആയിരുന്നു. ഒരാൾക്കൊന്നും തന്നെയൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ നാലും കൂടി ഷെയർ ഇട്ടാണ് കഴിച്ചത്. അപ്പം ഞാനാണ് കേട്ടോ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തത്. അപ്പം എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ആദ്യത്തെ ടേസ്റ്റിൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ടേസ്റ്റ് ചെയ്തപ്പോൾ അത്രയ്ക്ക് പോരായിരുന്നു. പിന്നെ നമ്മുടെ കാശിന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ആ ബർഗർ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു അവന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, കാരണം അവൻ പിന്നെയും കഴിച്ചു തന്നെ, കാരണം കൂടുതലായിട്ട്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ടേസ്റ്റ് ചെയ്തു. അവർക്കൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു. പിന്നെ അമ്മയും കഴിച്ചു. അപ്പം ലാസ്റ്റ് ഇവർ രണ്ടുകൂടിയാണ് ഇത് മുഴുവൻ കഴിച്ച് തീർത്തത്. പിന്നെ കാശിന് ഇഷ്ടപ്പെട്ടു കേട്ടോ, കാശും മേടിക്കുന്നുണ്ടായിരുന്നു. അമ്മ കഴിക്കുന്നതിനിടയ്ക്ക് അമ്മ എനിക്ക് കൂടെ ഒരെണ്ണം തരാമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം കഴിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേറ്റൊക്കെ ഫിനിഷായിട്ട് ഇരിപ്പുണ്ട്. അപ്പം കുഞ്ഞിനെ ലാസ്റ്റ് വന്ന ബർഗറും കഴിക്കുവാണ് കേട്ടോ. പിന്നെ കാശിന് ഇച്ചിരി വേണമെന്ന് പറഞ്ഞ് കാശിന് ഒരു കടി കഴിച്ചു. ലാസ്റ്റ് പെപ്സി ബർഗർ ഒരുമിച്ച് കുഴിച്ച് കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ചിൽ മൂഡായിരുന്നു. എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്, എന്ത് ചെയ്യാൻ. അപ്പം കഴിച്ച് എല്ലാവരും ഫിനിഷ് ആയിട്ടുണ്ട്. കാശിന് എന്തായാലും എൻ്റെ ക്യാമറയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ പോസ് ചെയ്യുന്നുണ്ട്, അതിലെനിക്ക് സന്തോഷമുണ്ട്. അതിലൊക്കെ പോസ്. പിന്നെ കാശൻ അവിടെ ഇരുന്ന് എല്ലായിടത്തും അടച്ചും പിടിക്കുകയൊക്കെ ആയിരുന്നു, കാരണം അവർക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർക്ക് വേറെ ആൾക്കാർക്ക് കൊടുക്കണ്ടേ, നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അടച്ചൊക്കെ വെച്ച് കൊടുക്കുവാണേ. അവൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ഉണ്ടായിരുന്നു, അതൊക്കെ അടച്ച് വെച്ച് കൊടുത്തു. പിന്നെ അവൻ പ്ലേറ്റൊക്കെ എടുത്ത് മുഴുവനും അടുക്കി വെക്കുകയൊക്കെ ചെയ്തേ. അപ്പോൾ ഇതുപോലെ എല്ലാം നല്ലപോലെ നല്ല വൃത്തിക്ക് അടുക്കി വെച്ചു. അപ്പം എല്ലാം നല്ല നീറ്റായിട്ട് അവൻ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ചെന്ന് കൈ കഴുകാൻ പോയി. ഞങ്ങൾ എല്ലാം കൈ കഴുകി. ആദ്യം തന്നെ കാശിന് ഓടിപ്പോയി കൈ കഴുകിയിട്ട് വന്നു. പിന്നെ കുഞ്ഞിനെ കഴുകി, പിന്നെ ഞാൻ കഴുകി, പിന്നെ അമ്മ കഴുകി. പിന്നെ ഞങ്ങൾ നേരെ ചെന്ന് ബില്ല് പേ ചെയ്യാനായിട്ട് ചെന്നു. ഞങ്ങൾ എന്നിട്ട് നേരെ ചെന്ന് ബില്ല് പേ ചെയ്തു. അപ്പോൾ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ നമുക്ക് ചിക്കിങ്ങിനോട് ടാറ്റാ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയേക്കാം. പിന്നെ നമ്മുടെ കുടയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, അതൊക്കെ കാരണം നല്ല മഴയാണ് വെളിയിൽ, അതിന് നമ്മൾ കുടയൊക്കെ ചൂടിയാണ് വന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട്. പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ നല്ല അന്തരീക്ഷം, മഴ കുറച്ചുകൂടെ കൂടി. പിന്നെ എന്തായാലും അടിപൊളിയായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് പിക്സൊക്കെ എടുത്തായിരുന്നു. അവിടെ അകത്തിരുന്ന് എടുത്ത ഒരു പിക്കാണ് കേട്ടോ ഇത് നല്ല പിക്കായിരുന്നു. പിന്നെ നമ്മൾ വെളിയിൽ പോയിട്ട് എടുത്തതാണ് ഇത്, കുടയൊക്കെ പിടിച്ചോണ്ട്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഒരു ഐസ്ക്രീം കൂടെ കഴിക്കണമെന്ന്. അതിൻ്റെ തൊട്ടിപ്പുറത്തെ ബെസ്റ്റിൽ കയറി നമ്മൾ. അപ്പോൾ ബെസ്റ്റ് ബേക്കറീസിലെ ചേട്ടൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് താങ്ക് യു. അങ്ങനെ
നമ്മൾ നേരെ ഐസ്ക്രീമിൻ്റെ അടുത്ത് ചെന്നു. ഐസ്ക്രീം മേടിച്ചു. 2 കോണ്ടോപ്പും 2 ചോക്കോബാറും മേടിച്ചു. അപ്പോൾ കോണ്ടോപ്പ് ചോക്ലേറ്റ് ആയിരുന്നു, എനിക്ക് കുഞ്ഞിക്കുമായിരുന്നു കോണ്ടോപ്പ്, പിന്നെ കാശിനും അമ്മയ്ക്കും ചോക്കോബാർ. നല്ല തണുപ്പായിരുന്നു. നമ്മളിത് നേരെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. കാശിൻ പൊട്ടിച്ചെടുത്ത് നല്ല രസം ഉണ്ടായിരുന്നുണ്ട് മഴയത്ത് ഐസ്ക്രീം കഴിക്കാനായിട്ട്. നല്ല തണുപ്പിലായിരുന്നു ഇരുന്നത്. കാശിന് ആദ്യം എടുത്ത് കടിച്ചു. നല്ല കൂളിങ് കിട്ടിയെന്നൊക്കെ അവൻ പറഞ്ഞു. നല്ല അടിപൊളിയായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ നേരെ എടുത്ത് അമ്മയും കഴിച്ചു. പിന്നെ കുഞ്ഞാഞ്ഞി ഇവിടെ പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ പൊട്ടിച്ചു. അപ്പോൾ വെളിയിൽ മഴ കൂടി വരുവാണ് കേട്ടോ. നല്ല മഴയാണ്. അപ്പം നല്ല തണുത്തിരിക്കുകയാണ് കേട്ടോ. ഐസ്ക്രീം നല്ല തണുപ്പുണ്ടായിരുന്നു, ഭയങ്കര കട്ടിയായിരുന്നു, ഇനി അടന്നിങ്ങി പോരുമായിരുന്നു, അത്രയ്ക്കും തണുപ്പായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ടാ.